ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സലൂസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ലോങ് വീഡിയോയും ഒരു വോയിസ് ഓവറുമായിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ഫാമിലിയും കാത്തിരുന്ന് കോട കാണാൻ പോയ ഒരു വ്ളോഗാണ് കേട്ടോ. കോടയെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായില്ലേ, നമ്മൾ പൊന്മുടിയിലാണ് പോയത്. ഇതാണ് എൻ്റെ വാപ്പി. ഫസ്റ്റ് കാണിച്ചതാണ് കേട്ടോ എൻ്റെ മാമ. ഇതാണ് എൻ്റെ ഉമ്മി. ഷീസ് മൈ വേൾഡ് എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. ഇതാണ് എൻ്റെ മാമി. അതാണ് എൻ്റെ ബ്രദറിൻ്റെ വൈഫ്. കാണാൻ അതിമനോഹരമായ നല്ല പച്ചപ്പുകൾ നിറഞ്ഞ കുറച്ച് സ്ഥലത്തു കൂടെയാണ് നമ്മൾ പൊന്മുടിയിലോട്ട് പോയത്. പൊന്മുടി എന്ന് പറഞ്ഞാലേ അറിയാമല്ലോ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്ന് വെച്ചാൽ ഒരു നേച്ചറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പൊന്മുടി എന്ന് പറയുന്നത് ഒരു വികാരമാണെന്ന് തന്നെ നമുക്ക് പറയാം, അല്ലേ? നല്ല പച്ചപ്പ് നിറഞ്ഞ അതിമനോഹരമായ സ്ഥലമാണ് പൊന്മുടി എന്ന് പറയുന്നത്. എന്തു പറയാനാ, നല്ല വലിയ വലിയ മലനിരകൾ, നല്ല ടീ ഗാർഡൻസ്, പിന്നെ വളഞ്ഞു പൊളഞ്ഞുള്ള റോഡ്സ്, എല്ലാം കൊണ്ടും അതാ പറയുന്നേ, പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി. പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല കേട്ടോ, എല്ലാവർക്കും അറിയാലോ പൊന്മുടി. അങ്ങനെ നമ്മളും കോട കാണാനാണ് പോയത്. ഫസ്റ്റായിട്ട് നമ്മൾ പോയത് മീൻമുട്ടി വാട്ടർഫാൾസിലാണ്. പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരുപാട് മരങ്ങളും പച്ചപ്പുകളും അതിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന കുഞ്ഞു വെള്ളച്ചാട്ടവും കാണാനാണെങ്കിലോ എന്ത് ബ്യൂട്ടിഫുള്ളാണ്, അല്ലേ? ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ചൂട് കൂടുതലാണ്, അല്ലേ? നമ്മുടെ നാട്ടിലാണെങ്കിൽ ചൂടിൻ്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതിനെക്കാട്ടി എല്ലാത്തിലും ഒരു റിലാക്സേഷനാണ് ഈ പൊന്മുടിയിലെ മീൻമുട്ടിയിലെ വാട്ടർഫാൾസ്. പൊന്മുടിയിൽ പോകുന്നവർ ആദ്യം മീൻമുട്ടിയിലേ പോകാറുള്ളൂ, അല്ലെങ്കിൽ പൊന്മുടി വിസിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിയും നമുക്ക് ഈ മീൻമുട്ടി മിസ് ചെയ്യും. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അവിടെയൊക്കെ നിന്ന് എൻ്റെ ഉമ്മായെയും മാമിയെയും കുഞ്ഞു അവ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ ഇരുത്തി. ഇതാണ് നമ്മൾ, ഞാനും എൻ്റെ നാത്തൂനും. പ്രകൃതിയുടെ മനോഹാരിതയായതിനാൽ അവിടെ കുറേ ബട്ടർഫ്ലൈസ്, അങ്ങനെ നമ്മൾ കാണാത്ത വെറൈറ്റി സാധനങ്ങളൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഗൈഡ്. നമ്മുടെ കുഞ്ഞുവാവിന് നല്ലപോലെ ഗൈഡിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ഇരിക്കുന്ന 2 പേരെ കണ്ടു. വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ലാസ്റ്റ് അവർ വെള്ളത്തിൽ ഇറങ്ങി ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ടാണ് നേരെ കയറിയത്. അങ്ങനെ നമ്മൾ മീൻമുട്ടിയിൽ കുറേ നേരം ഇരുന്ന് അവിടെ നിന്ന് പിന്നെ നേരെ നമ്മളൊരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്കും പൊന്മുടിയിലോട്ട് പോയി. നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, കാരണം രാവിലെ 9 o'clock വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു 11:30 ഒക്കെ ആയിട്ടുള്ളായിരുന്നു. ഫുഡായി കാണത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ താഴേന്നും ഫുഡും മേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് കാറ്റൊക്കെ ആസ്വദിച്ച് നമ്മൾ പൊന്മുടിയിലോട്ട് കയറുവാണ്. നമ്മൾ പോയ ടൈമിൽ വലിയ കോടയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സൺഡേ ആണ് പോകുന്നത്. സാറ്റർഡേ നല്ല മഴയും നല്ല കോടയൊക്കെ ആയിരുന്നെന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞത്. എന്നാലും നമ്മൾ പോയപ്പോഴും അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തുമായിരുന്നു. ഈ തിരക്ക് കണ്ടോ, ഇത് ടിക്കറ്റ് കൗണ്ടറിലെ തിരക്കാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് വിശപ്പിൻ്റെ കാഠിന്യം കാരണം ഫുഡ് കഴിക്കാനാണ്. അവിടെ പോയി ഇലയുടെയും ചായയും നമ്മൾ കഴിച്ചു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്യാൻ വന്ന് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും കുറച്ച് നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പയ്യെ നമ്മളെല്ലാവരും കൂടെ നടന്ന് മാമായും വാപ്പായും താഴെ പോയി കുളിച്ചതൊക്കെ കൊണ്ട്, അതായത് മീൻമുട്ടി പോയി കുളിച്ചതൊക്കെ കൊണ്ട് അവർ നല്ല ഉഷാറായിട്ടാണ് വന്നത്. ഉമ്മാക്കും മാമിക്കും പകുതിയായിട്ട് നടന്നപ്പം തന്നെ കാലിഴപ്പായി, അവർ മടിക്കുകയും ചെയ്ത്. അങ്ങനെ അവർ പയ്യെയാണ് മുന്നോട്ട് നടന്നു വന്നത്. എന്നിട്ട് ഇവർ 2 പേരെയും കൂടെ നമ്മൾ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയും ചെയ്തു കേട്ടോ. കുറച്ച് അകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടല്ലോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വന്നവർക്കൊന്നും വലുതായിട്ട് മൂടൽമഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനും അവളും കൂടെ എന്തൊക്കെയോ പറഞ്ഞാണ് നടക്കുന്നത്. ഫസ്റ്റ് ടൈം അല്ലേ, എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുത്തൊക്കെ ഇടണ്ടേ എന്ന് കരുതി നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോയി. ഈ കൈയിരിക്കുന്ന ആളിനെ കണ്ടോ, ഇതാണ് എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞാണ് കേട്ടോ. എൽസിൻ എന്നാ പേര്. ഇവൻ്റെ ഒരു മിമ്മി മോനാണെന്ന് പറയാം. കാരണം
എൻ്റെ കൂടെ ഭയങ്കര കാര്യമാണ്. എനിക്ക് ഇവ മാത്രമല്ല കേട്ടോ, എനിക്കിനി 2 പേരും കൂടെ ഉണ്ട്, ഹൈസിനും ഫൈസാനും. അവർക്ക് വരാൻ പറ്റിയില്ല. 3 പേരും എൻ്റെ കുസൃതി കുടുക്കാളാണ്. കാരണം അവരുടെ ചിരിയും കളിയും തമാശയും എല്ലാം എൻ്റെ അടുത്താണ്. എനിക്ക് അവർ 3 പേരെന്ന് വെച്ചാൽ എൻ്റെ ജീവനാണ്. അങ്ങനെ വാപ്പ എന്താ പറയുന്നതെന്നറിയോ? ഉമ്മായും മാമിയും നടന്ന് 2 പേരും തളർന്ന്. അങ്ങനെ വാപ്പ പറഞ്ഞു, മുന്നോട്ട് പോയാൽ അവിടെ ഇരിക്കാനായിട്ട് സീറ്റ് കാണും, മുന്നോട്ട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നപ്പം കാണാം ഒരു KSRTC ബസ്. കണ്ടാൽ നമ്മുടെ ഓർഡിനറി കണക്ക്. അങ്ങനെ നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ എന്താ കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി. അപ്പം ഒരു കണക്കിന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചു വരുത്തിയെന്ന് തന്നെ പറയാം. ഞാനും അവളും കൂടെ പയ്യെ ഇവരെ എല്ലാവരെയും മുകളിലിരുത്തിയിട്ട് താഴോട്ട് നടക്കാനായിട്ട് പോയി. താഴോട്ട് നടക്കാൻ പോയതാ കോമഡി. തിരിച്ച് കയറാനായിട്ട് വയ്യ. തിരിച്ച് ഒരുപാടുണ്ടേ കയറാനായിട്ട്. താഴെ പോയപ്പോൾ എന്താ ഇങ്ങനത്തെ കുറച്ച് വ്യൂ ഒക്കെ കണ്ട് നമ്മളവിടെ നിന്ന്. വാപ്പായും മാമായും KSRTCയുടെ ഫ്രണ്ടിലൊക്കെ നിർത്തി ഒരു വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോ അവിടെ ഇരിക്കുന്നതുണ്ടോ, മാമിയും കുഞ്ഞും ഉമ്മായും ആണ് കേട്ടോ. അവർ 3 പേരെയും കൂടെ ആ ഷെഡിലിരുത്തിയായിരുന്നു. കണ്ടോ, സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് കേട്ടോ. പക്ഷേ വന്നിട്ട് നമുക്കൊന്നും വലിയ രീതിയിൽ മഞ്ഞൊന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാലും എന്താ നല്ല തണുപ്പായിരുന്നു. പക്ഷെ നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിനെക്കാട്ടിയും നല്ല കാലാവസ്ഥയായിരുന്നു. കണ്ട, മാമായും വാപ്പായും മഞ്ഞ് നോക്കി. എൻ്റെ വാപ്പ പറയുവാണ് മഞ്ഞ് വന്ന് തുടങ്ങി കേട്ടാ. എന്തായിരുന്നാലും ഇത്തിരിയെങ്കിലും മഞ്ഞ് കാണാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കിയായിരുന്നു. കാരണം നമ്മളാണ് കേട്ടോ ഇൻട്രസ്റ്റ് കാണിച്ചത്. അങ്ങനെ നമ്മളെന്താ പയ്യെ അവിടെ നിന്ന് പൊന്മുടിയിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോയി. അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ. കാരണം ഭയങ്കര തിരക്കായതുകൊണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങി. ഇനിയുള്ള നമ്മുടെ ഫസ്റ്റ് ലക്ഷ്യമെന്ന് ചോദിച്ചാൽ എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പൊന്മുടി ഇറങ്ങിയത് തൊട്ടേ നമ്മൾ നല്ല ഹോട്ടലുകൾ നോക്കി നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ, ആലങ്കോട് വന്നത്. ആലങ്കോട് വന്ന് നമ്മൾ അവിടുത്തെ ഫേമസ് ഹോട്ടലായ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ബെറോട്ടയും ബിരിയാണിയും മന്തിയൊക്കെ ആയിട്ട് നമ്മൾ നല്ല പോലെ ഫുഡൊക്കെ കഴിച്ചാണ് പിന്നെ നമ്മൾ വീട്ടിൽ വന്നത്. വീട്ടിൽ വന്നപ്പം കാണുന്നത്, കുളിച്ച് ഫ്രഷായി വന്ന് കുറച്ച് നേരം ഞാൻ സിറ്റ് ഔട്ടിലിരുന്നു. അപ്പം കാണാം ഒരു ലൈറ്റ് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.